ഇന്നത്തെ നമ്മളെ ജീവിത സാഹചര്യത്തിൽ നോർമലി എല്ലാ കുടുംബങ്ങളും ചെറിയ അണുകുടുംബങ്ങളായിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്യാനൊരു അവസരം കിട്ടിയ പ്രോജക്റ്റ് ആയിരുന്നു കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. വയനാട്ടിൽ ബത്തേരി മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ ഉള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. പ്ലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് റെസിഡൻഷ്യൽ ഏരിയക്ക് ഉള്ളിൽ തന്നെയായിരുന്നു. ഞങ്ങൾ ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു തോട്ട് ഉണ്ടായിരുന്നത് മാക്സിമം എല്ലാ വീട്ടുകാരെയും അയൽക്കാരെയും അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ ഏരിയ ആയിട്ട് ഒരു കോമൺ സ്പേസ് ആയിട്ട് നമുക്ക് ആ ഒരു വീടിൻ്റെ മുറ്റത്തിനെ മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ സിറ്റ് ഔട്ട് സോൾവ് ചെയ്യുന്നത് മുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ എൻട്രൻസ് വരുന്നത് തന്നെ കോർട്ട്യാർഡിൽ ഒരു ചെറിയൊരു കവേർഡ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു മൾട്ടിപർപ്പസ് സ്പേസ് പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോർട്ട്യാർഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്പേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ മെർജ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ കളിക്കുന്നതും വലിയവരിരുന്ന് സംസാരിക്കുന്നതും എല്ലാം ഈ ഒരു കവേർഡ് സ്പേസിൻ്റെ അടിയിലായിരിക്കും. ഇതിൻ്റെ വെസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വാളുകൾ മുഴുവനായിട്ട് നമ്മൾ ക്ലാഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഹീറ്റ് ഡയറക്റ്റ് നമ്മൾ ചുമരിലേക്ക് അടിക്കുന്ന പോർഷനിൽ മുഴുവനായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു. പിന്നെ റൂഫിംഗ് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെറാക്കോട്ട ടൈൽ വെച്ചിട്ടായിരുന്നു, മാംഗ്ലൂർ ടൈൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിലും കൂടെ നമ്മൾ ഒരുപാട് സൺലൈറ്റിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് ഭാഗ്യരാജ്. ഞാൻ ബേസിക്കലി പെണങ്ങോടാണ് സ്ഥലം. ഇത് വൈഫാണ് ശില്പ. അപ്പം ഞങ്ങൾ ഈ വീടിനെ കുറിച്ച് ആദ്യമായി ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ബേസിക് റിക്വയർമെൻറ്റുകളൊക്കെയാണ് ആദ്യമേ അവതരിപ്പിച്ചത്. അപ്പം പിന്നീട് നമ്മൾ എന്താ വെച്ചാൽ ചർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ ആർക്കിടെക്ട്സ് പറഞ്ഞ ചില സജഷൻസ് നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി. ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഉള്ളിൽ വന്നിരിക്കുന്ന ബേ വിൻഡോസ് അതൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻപുട്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ആശയം വളരെ ഇഷ്ടപ്പെടുകയും നമ്മളത് 2 സ്ഥലങ്ങളിൽ ചെയ്യുകയും ചെയ്തു. വീടിൻ്റെ പ്ലാൻ നമ്മൾ ആദ്യം വരച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഓപ്പൺ ലിവിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും, കാരണം വീടിൻ്റെ പുറത്തേക്കാണ്, മെയിൻ എൻട്രൻസിൻ്റെ പുറത്തേക്കാണ് ഇത്രയും ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്രത്തോളം യൂസ് ആവുമെന്നൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മൾ കൂടിയിട്ടിപ്പോൾ ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയ ആണ് സത്യത്തിൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ നൈബേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ എല്ലാ വീട്ടിലും കുഞ്ഞു കുഞ്ഞു മക്കളുണ്ട്. അവരൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വൈകുന്നേരം ഒന്ന് വന്നിരിക്കുന്ന സ്ഥലമാണിത്. അവർ ചെസ്സ് കളിക്കുന്നതും ഒക്കെ ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ആകുമ്പോൾ ഒരു വീടിൻ്റെയും ഉള്ളിലേക്ക് നമ്മൾ കയറുന്നുമില്ല, എന്നാൽ അവർക്ക് മഴയോ വെയിലോ ഒന്നും കൊള്ളാതിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും നമ്മുടെ നൈബേഴ്സൊക്കെ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ആർക്കിടെക്റ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, എനിക്ക് കിച്ചണും ഡൈനിങ്ങും തമ്മിൽ ഒരു സെപ്പറേഷൻ വേണ്ടെന്നാണ്. കാരണം ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ ഞാനത് മിഥുനോട് പറയുകയും അത് നല്ല രീതിയിൽ ബോസ്കി സ്റ്റുഡിയോസ് നമുക്ക് ചെയ്തു തന്നിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഡബിൾ ഹൈറ്റ് വേണമെന്ന് തുടക്കത്തിൽ നമ്മൾ തുടക്കത്തിലുള്ള ഡിസ്കഷനിൽ വന്നു. പിന്നീട് അത് 2 സ്ഥലങ്ങളിൽ അത് ആർക്കിടെക്റ്റുകൾ അത് കൊണ്ടുവന്നു. വീടിൻ്റെ ഉള്ളിൽ 2 നിലകളുണ്ടെങ്കിലും നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ ഇല്ല, ഒരു കണക്ഷൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബിൽഡിംഗ് ആക്ച്വലി ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. പക്ഷേ ഇതൊരു ലീനിയർ സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ സൗത്ത് സൈഡിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പം മാത്രമല്ല റോഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഈ റോഡ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ശരിക്കും പറഞ്ഞാൽ സൈറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ സൈഡ് ഈ ഒരു പോർഷനും മുഴുവൻ റോഡിനോട് എക്സ്പോസ്ഡ് ആണ്. നല്ല ഈവനിങ് ആയിട്ടുള്ള സൺ അത്യാവശ്യം ഹിറ്റ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലും അതുപോലെ തന്നെ സൗത്ത് സൈഡിലേക്കും അത്യാവശ്യം ലൈറ്റ് നന്നായിട്ട് തന്നെ അടിക്കുന്നതുകൊണ്ട് നല്ല ചൂടുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ 2 സൈഡായിട്ട് നമ്മൾ ക്ലാഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സൈറ്റിലേക്കുള്ള എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെഡസ്ട്രിയൻ എൻട്രി ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ആക്ച്വലി വെഹിക്കുലാർ എൻട്രി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പെഡസ്ട്രിയൻ കടന്ന് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇത് നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നേരെ റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫോർമൽ ലിവിങ് സ്പേസ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ സിറ്റിംഗ് നമ്മൾ ആക്ച്വലി വിളിക്കും. നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഒരു കോർട്ട്യാർഡ് ഏരിയ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഭാഗം മുഴുവനായിട്ടും കോർട്ട്യാർഡ് സ്പേസ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ആക്ച്വലി ഈ ഹോൾ വീടിൻ്റെയും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഏരിയയും ഈ ഒരു കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡിലേക്ക് പൂജ സ്പേസ് ആയിക്കോട്ടെ, ഡൈനിങ് സ്പേസ് ആയിക്കോട്ടെ, ചില ബെഡ്റൂമിൻ്റെ സൈഡുകളും അതുപോലെ തന്നെ ഈ ഇൻഫോർമൽ ലിവിങ് സ്പേസും ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോൺ ഏരിയയിലേക്കാണ്, ഒരു സെൻട്രൽ കോർട്ട്യാർഡ് ഏരിയയിലേക്കാണ്. ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത പാടെ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു ഫോയർ ആയിട്ട് കാണാം. ഈ ഒരു ഫോയർ നേരെ ഫാമിലി ലിവിങ്ങിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടുന്ന് നെക്സ്റ്റ് പൂജാ സ്പേസും അത് കടന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗം മുഴുവനായിട്ട് കിച്ചൺ സ്പേസ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോമൺ ഏരിയ ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നാണ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സ്റ്റെയർ കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സീൻ ബിലോ ഏരിയകളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. 2 കട്ടൗട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നിന്ന് ഈ ഒരു ഭാഗം ഒരു ഫാമിലി ലിവിങ് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 സൈഡിലേക്കും നമ്മൾ 2 ലിവിങ് സ്പേസിലേക്കും അതുപോലെ തന്നെ കോമൺ ഏരിയ ആയിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്കും പ്രോപ്പറായിട്ട് വിസിബിലിറ്റി ഉണ്ട്.